ഞങ്ങൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 55ഓളം പച്ചത്തുരുത്തുകൾ ഞങ്ങൾ രൂപീകരിച്ച് കഴിഞ്ഞു. ഇനി ഒരുപാട് എണ്ണം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഏകദേശം 30 എണ്ണം കൂടി ഞങ്ങൾ ഇപ്പോൾ രൂപീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഹരിത സമൃദ്ധമായിട്ടുള്ള ഒരു മടിക്കൈ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലൂടെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ജല ദൗർബല്യം ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ജലലഭ്യത കൂട്ടാനും വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത്. ഈ പച്ചത്തുരുത്തുകളുടെയൊക്കെ തന്നെ ഏകോപനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിനകത്തുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ തന്നെ NREGയുടെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, കുടുംബശ്രീ ഇവരെയൊക്കെ തന്നെ, അതുപോലെ തന്നെ വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ ഇവരെയൊക്കെ തന്നെ യോജിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും അവസാനമായി ഞങ്ങളിപ്പോൾ വിവിധ തരത്തിലുള്ള ദേവാലയങ്ങളെ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് ഏകദേശം 100-ലധികം പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ പച്ചത്തുരുത്തിനെ സംരക്ഷിച്ചതുകൊണ്ട് ഇതുവരെയും വരൾച്ച എന്നൊരു അനുഭവം നേരിടാത്ത ഒരു പ്രദേശവും ജനങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ വിവിധ മതവിശ്വാസികളും വിശ്വാസമല്ലാത്തവരും ഉണ്ട്. എല്ലാവരും മനുഷ്യത്വത്തോടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. പച്ചത്തുരുത്തിൽ നമുക്കിപ്പോൾ സന്തോഷത്തിൻ്റെയും കുളിർമയുടെയും പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കായി പഠന കാരണത്തിന് പല ചെടികളെയും വൃക്ഷങ്ങളെയും ഒക്കെ പഠിക്കാൻ പറ്റും. അതൊക്കെ ഈ പച്ചത്തുരുത്തിൽ കാണാൻ പറ്റും.